ഞങ്ങളിപ്പോൾ ഉള്ളത് അട്ടപ്പാടി നല്ലശിങ്കയിലെ സിന്ദൂരം റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലാണ് കേട്ടോ. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മൾ അയ്യപ്പൻ കോശിയിലെ പോലീസ് സ്റ്റേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മളെ വിൻഡ് മില്ലിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഒരു നല്ലൊരു പീസ്ഫുൾ മൈൻഡാണ് കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. നല്ലൊരു കാലാവസ്ഥ, അതുപോലെ തന്നെ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ടൈം പോകുന്നത് അറിയേയില്ല. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറച്ചായിട്ട് ഞാനും ബിജീഷ് ചേളാരി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞങ്ങളൊരു ചിരിയും ചിന്തയും എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുറച്ചും കൂടെ ഒരു ഡെവലപ്പ് ചെയ്തിട്ട് ഒരു കപ്പിൾസിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ടീനേജേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരു ടൂർ പാക്കേജ് ആയിട്ടുണ്ടെങ്കിലോ എന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു സ്ഥലം ഞങ്ങൾ അന്വേഷിച്ച് വരുമ്പോഴാണ് ഈ ഒരു പ്ലേസ് കണ്ടപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലമാണ് എന്ന് തോന്നി. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ്, അതിനപ്പുറം ഞങ്ങളിവിടെ സനോജ് സാറായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഇവിടെ ട്രൈബൽസിൻ്റെ പ്രോഗ്രാംസുകൾ അവർ അറേഞ്ച് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ടൂർ പാക്കേജ്, നമുക്ക് ഒരു വെറൈറ്റി ടൂർ പാക്കേജ് അടുത്ത് തന്നെ ചെയ്യാനുള്ളൊരു ഡീല് സനോജ് സാറുമായിട്ട് ഞങ്ങൾ ഉറപ്പിച്ചിട്ടാണ് പോന്നിട്ടുള്ളത്. കണ്ടോ, ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ്, ഇവിടെ എല്ലാം കൊണ്ടും സെറ്റായിട്ടുള്ളൊരു പ്ലേസാണ്. ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അതും വരുന്നുണ്ട്. ഉള്ളിൽ ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് DJ കാര്യങ്ങളും ക്യാമ്പ് ഫയറും നടത്താനൊക്കെയുള്ള എല്ലാത്തിനും പറ്റിയൊരു പ്ലേസാണ്. പിന്നെ കണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കളിക്കാൻ ക്യാരംസ് ഉണ്ട്. ഇവരാണ് ഈ ഒരു സ്ഥാപനം നടത്തുന്നത്. മിൽമൻ്റെ ഒരുപാട് പ്രോഡക്റ്റുകളും കാര്യങ്ങളും ഇവിടെ കാണാനുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ് കേട്ടോ. ഒരുപാട് പ്രോഡക്റ്റുകൾ ഇവിടെ ഉണ്ട്. ഇത് പേടല ചോക്ലേറ്റ്, ഇതൊന്നും മിൽമൻ്റെ അല്ലല്ലോ, മിഠായി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാ ക്രീം സാധനങ്ങൾ, ബേക്കറിയിലുള്ള ഐറ്റംസുകളാണ്. ഇതൊക്കെ മിൽമൻ്റെ പ്രോഡക്റ്റുകൾ അല്ലേ. ഐസ്ക്രീം, ഓക്കെ, മിൽമൻ്റെ പ്രോഡക്റ്റുകൾ. അപ്പോൾ ഇവരെ ബേക്കറിയിലുള്ള ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. പിന്നെ ഞങ്ങളിവിടെ സനോജ് സാറിനായിട്ടുള്ള ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡിന്നറും കൂടെ കഴിച്ചിട്ടാട്ടോ ഇവിടെ നിന്ന് പോകുന്നത്. അപ്പം ഞങ്ങൾ ഡിന്നറിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് റൈസ് അതുപോലെ തന്നെ ചില്ലി ചിക്കനുമാണ്. ഇവരെ ഫുഡൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇനി അതിനൊരു കാരണം കൂടെ ഉണ്ട്, അതും പറഞ്ഞുതരാം. ഇവിടെ ഈ ഒരു സിന്ദൂരം റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആ ഒരു ചേച്ചി ബേക്കറിയിലുണ്ടായിരുന്നല്ലോ, അവരാണ് ഇത് നടത്തുന്നത്. അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ കേരള ഫുഡ് കോമ്പറ്റീഷനിലൊക്കെ ഫസ്റ്റ് പ്രൈസ് നേടിയിട്ടുള്ള ആളാണ്. അപ്പോൾ അവരെ വെച്ചിട്ടാണ് സനോജ് സാർ ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഫുഡും അടിപൊളി ടേസ്റ്റാണ്, വെറൈറ്റി ഐറ്റംസുകളുണ്ട്. കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ സാറ് പറഞ്ഞതുപോലെ തന്നെ ഇനി ഇവർ ആദിവാസികളെ പല ഫുഡുകളും ഇവിടെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുമ്പം ഇവിടെയാണ് ഇവർ നാടൻ രീതിയിൽ തന്നെ നമുക്ക് വെറൈറ്റി ഫുഡുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്തു തരും. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കണും കൂടെ അമർത്തി കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോസുകളും അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.